എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട ISROയുടെ 2023 മിഷൻസ് ആണ്. ഇനി വരുന്ന LDC പോലുള്ള എക്സാംസിനൊക്കെ ഒരു മാർക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടിയ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു മാർക്ക് ഇനി വരുന്ന LDC എക്സാംസിന് പ്രതീക്ഷിക്കാം. അപ്പോൾ ISROയുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ISROയുടെ 2023 മിഷൻസൊക്കെ കുറിച്ചുള്ള ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മൾ LDCയുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയർ, അതുപോലെ GK പാർട്ടിലെ ടോപ്പിക്സ്, ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോസാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ISROയുടെ മിഷൻസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ISROയുടെ 2023 മിഷൻസ്. അപ്പോൾ നമ്മൾ ചന്ദ്രയാൻ 3 കുറിച്ച് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഒരുപാട് ക്ലാസ്സസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ വേണ്ട പോയിൻറ്റ്സ് മാത്രം, പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ജസ്റ്റ് പോയിൻറ്റ്സായിട്ട് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ചന്ദ്രയാൻ 3 ആണ് നമ്മളറിയാം, നമ്മുടെ ഇന്ത്യയുടെ 3ാമത്തെ ചന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. അപ്പോൾ അത് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ജൂലൈ 14, 2023. അപ്പോൾ ജൂലൈ 14, 2023 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട സ്പേസ് സെൻറ്റർ ആണ് വിക്ഷേപണ സ്ഥലമായിട്ട് വരുന്നത് ചന്ദ്രയാൻ 3യുടെ. അതുപോലെ തന്നെ വാഹനം LV-M3. അപ്പം ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണ വാഹനം ഏതാണ്? LV-M3 അല്ലെങ്കിൽ GSLV-M3. അപ്പോൾ LV-M3 ആണ് ചന്ദ്രയാൻ 3യുടെ വാഹനമായിട്ട് വരുന്നത്, വിക്ഷേപണ വാഹനം. അതുപോലെ തന്നെ GSLV-M3 ആണ് അതിൻ്റെ പഴയ പേര്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. അപ്പം ചന്ദ്രയാൻ 3 മിഷൻ്റെ ഭാഗമായിട്ട് എന്താണ്? ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യമാണ് അതുപോലെ നമ്മുടെ ഇന്ത്യ. അപ്പം സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യം ആണ് ഇന്ത്യ. അപ്പം ചന്ദ്രന് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. ക്ലിയർ ആയോ? അപ്പോൾ ഇതിനു മുമ്പേ നമുക്ക് ഇന്ത്യക്ക് മുമ്പേ US സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചന്ദ്രനിൽ. അതുപോലെ തന്നെ US സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്, ചൈന സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ, അത് ഇപ്പോഴത്തെ സോവിയറ്റ് യൂണിയനും സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ചന്ദ്രനിൽ. അപ്പം സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. ക്ലിയർ ആയേ? അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേരാണ് വിക്രം. ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേര് വിക്രമും അതുപോലെ തന്നെ റോവറിൻ്റെ പേര് പ്രഗ്യാനും. മറക്കല്ലേ, ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേര് വിക്രം, അതുപോലെ തന്നെ റോവറിൻ്റെ പേര് പ്രഗ്യാൻ. അപ്പോൾ അതുപോലെ തന്നെ ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടറാണ് വീരമുത്തുവേൽ. അപ്പം ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? വീരമുത്തുവേൽ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ചന്ദ്രയാൻ 3യുമായിട്ടുള്ള പോയിന്റ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ചന്ദ്രയാൻ 3യുമായിട്ടുള്ള 2-3 ക്ലാസ്സസ് പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുമുണ്ട്. അപ്പം ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് കയറി നമ്മുടെ കറണ്ട് അഫെയർ സീരീസിൽ കയറി കാണാൻ സാധിക്കുന്നതാണ്. ചന്ദ്രയാൻ 3യുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം, ഓരോ ലാൻഡറും എന്നെ സംബന്ധിച്ചുള്ളതും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം കാണാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പോയിന്റ്സേ ഇടുന്നുള്ളൂ. ഓൾറെഡി നമ്മൾ ചന്ദ്രയാൻ 3യെ പറ്റി ഒരുപാട് ക്ലാസ്സസ് ചെയ്തതാണ്, ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ക്ലാസ് ചെയ്തതാണ്. അപ്പം വേണ്ടവരത് കയറി കാണാവുന്നതാണ്. അപ്പോൾ ഇത് ISROയുടെ മിഷൻസ് പറയുന്ന കൂട്ടത്തിൽ ചന്ദ്രയാൻ 3 പറയാതെ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു പോയത്. അപ്പോൾ നമ്മൾ ചന്ദ്രയാൻ 3 ഓൾറെഡി നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ആദിത്യ L1 എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യത്തെ ഒബ്സർവേറ്ററി മിഷനാണ്. അപ്പോൾ എന്താണ് ആദിത്യ L1 എന്ന് പറഞ്ഞാൽ? എന്താണ് ഇന്ത്യയുടെ ആദ്യത്തെ ഒബ്സർവേറ്ററി മിഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് ആദിത്യ L1, ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രയാൻ 3യെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആദിത്യ L1. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം, ഇന്ത്യയുടെ ആദ്യത്തെ ഒബ്സർവേറ്ററി മിഷനാണ് ആദിത്യ L1 എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനെ പറ്റിയുള്ള പഠനം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ സൂര്യനെ പറ്റി പഠിക്കാൻ ഒരു ഉപഗ്രഹം വിടുന്നത്. അതിൻ്റെ പേരാണ് ആദിത്യ L1. അപ്പം ഇന്ത്യയുടെ എന്തൊക്കെയാണ് അപ്പം ആദിത്യ L1യുടെ പ്രത്യേകതകൾ? ഇന്ത്യയുടെ ആദ്യത്തെ ഒബ്സർവേറ്ററി മിഷൻ, അതായത് സൂര്യനെ പറ്റിയുള്ള പഠനമാണ് ആദിത്യ L1ൻ്റെ മിഷൻ. സൂര്യനെ പറ്റിയുള്ള പഠനത്തിന് വേണ്ടിയാണ് ആദിത്യ L1 വിക്ഷേപിക്കുന്നത്. അപ്പോൾ ആദിത്യ L1ൻ്റെ വിക്ഷേപണ സ്ഥലം എവിടെയാണ്? ശ്രീഹരിക്കോട്ട. അപ്പോൾ അത് ശ്രീഹരിക്കോട്ടയാണ്.
ആദിത്യ L1 വിക്ഷേപണ സ്ഥലം എവിടെയാണ്? ശ്രീഹരിക്കോട്ട. വിക്ഷേപിച്ചത് എന്നാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, 2023 സെപ്റ്റംബർ 2. അപ്പോൾ ആദിത്യ L1 വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. അപ്പോൾ 2023 സെപ്റ്റംബർ 2 സെപ്റ്റംബർ 2 2023 ആദിത്യ L1 വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ആദിത്യ L1 എന്തിനാണ് വിക്ഷേപിച്ചത്? ഇന്ത്യയുടെ സൂര്യനെ പറ്റിയുള്ള പഠനങ്ങൾക്ക് വേണ്ടിയാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഒബ്സർവേറ്ററി മിഷൻ കൂടിയാണ് ഈ ആദിത്യ L1 എന്ന് പറയുന്നത്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ ആദിത്യ L1 സ്ഥാപിക്കുന്നത്, അപ്പോൾ ആദിത്യ L1 സ്ഥാപിക്കുന്നത് എവിടെയാണ്? L1 പോയിന്റിലാണ്. L1 പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാഗ്രേഞ്ച് പോയിന്റ് എന്നാണ് അർത്ഥം. അതായത് ആദിത്യ L1 സ്ഥാപിക്കുന്നത് L1 പോയിന്റ്, അതാണ് L1, മനസ്സിലായി? ആദിത്യ L1. അപ്പോൾ ആദിത്യ L1 സ്ഥാപിക്കുന്ന L1 പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാഗ്രേഞ്ച് പോയിന്റ് എന്നാണ് അർത്ഥം. അതായത് L1 പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൂര്യനിലേക്ക് ഒരു തടസ്സവുമില്ലാതെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന പോയിന്റിനെയാണ് പറയുന്നത്. അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് ഒരു തടസ്സവുമില്ലാതെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന പോയിന്റാണ് L1 പോയിന്റ്, അതായത് ലാഗ്രേഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയ ആ ഒരു ഇത് മനസ്സിലായി? അപ്പോൾ ആദിത്യ L1 സ്ഥാപിക്കുന്നത് എവിടെയാണ്? L1 പോയിന്റിലാണ്. ആദിത്യ L1 സ്ഥാപിക്കുന്നത് L1 പോയിന്റാണ്. L1 പോയിന്റ് ഫുൾ ഫോം എന്താണ്? ലാഗ്രേഞ്ച് പോയിന്റ്. അപ്പോൾ L1 പോയിന്റ് എന്ന് പറഞ്ഞാൽ സൂര്യനിലേക്ക് ഒരു തടസ്സമില്ലാതെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന പോയിന്റാണ് L1 പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെ പറ്റി പഠിക്കും. അപ്പോൾ ഈ ആദിത്യ L1 എന്തിനെ പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്? ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെ പറ്റി ഈ ആദിത്യ L1 പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആദിത്യ L1 വിക്ഷേപണ വാഹനമാണ് PSLV C-57. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദിത്യ L1 വാഹനം ഏതാണ്? PSLV C-57. അപ്പോൾ ഓർത്ത് വെച്ചോ, PSLV C-57 ആണ് ആദിത്യ L1 വിക്ഷേപണ വാഹനം. അതുപോലെ തന്നെ പ്രൊജക്ട് ഡയറക്ടർ നൈജർ ഷാജിയാണ്. അപ്പോൾ പേരൊക്കെ ഓർത്ത് വെക്കണം, പേരൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുവേ. അപ്പോൾ ആദിത്യ L1 പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? നൈജർ ഷാജി. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആണ് ഡോക്ടർ ശങ്കര സുബ്രഹ്മണ്യൻ. അപ്പോൾ നമുക്ക് ആദിത്യ L1 വിക്ഷേപണ വാഹനം ഏതായിരുന്നു? PSLV C-57. അതുപോലെ തന്നെ പ്രൊജക്ട് ഡയറക്ടർ നൈജർ ഷാജി. അതായത് ഇത് ഓർത്ത് വെക്കാൻ ഒരു കോഡല്ല, ഒരു ഇത് പറഞ്ഞുതരാം. ഈ ഷാജി എന്ന് പറയുമ്പോൾ എന്തായാലും പൊതുവെ നമ്മുടെ മലയാള സിനിമയെ പറയാറുണ്ട്, ഗുണ്ടകളുടെ പേരാണ് ഷാജി എന്ന് പറയുന്നത്. അപ്പം ഷാജി എന്ന് പറയുമ്പോൾ ഗുണ്ടകൾ എപ്പോഴും ചൂടായിട്ടല്ലേ നടക്കുന്നത്, അവരെപ്പോഴും ചിരിച്ച് കളിച്ച് നടക്കത്തില്ല, അവരെപ്പോഴും ബലം പിടിച്ച് ചൂടായിട്ടല്ലേ നടക്കുന്നത്, എപ്പോഴും ആരോടെങ്കിലും മെക്കിട്ട് കയറാനും ചൂടായിട്ട്. അപ്പം ഷാജിക്ക് എപ്പോഴും ചൂടായിരിക്കുമല്ലോ, ചൂടായിട്ടാണല്ലോ ഷാജി കിടക്കുന്നത്. അപ്പം ഓർത്ത് വെച്ചോ, ആദിത്യ L1 എന്ന് പറഞ്ഞാൽ സൂര്യനെക്കുറിച്ച് പറ്റിയുള്ള പഠനത്തെക്കുറിച്ച് വിട്ട ഉപഗ്രഹമല്ലേ. അപ്പം എന്താണ് പറയുന്നത്? നൈജർ ഷാജി എന്ന് പറയുമ്പോൾ എന്താണ്? നൈജർ ഷാജിയാണ്. അപ്പം ആദിത്യ L1, അപ്പം സൂര്യനിൽ ചൂടാണേ കൂടുതലും. അപ്പോൾ ഓർത്ത് വെച്ചോ, ആദിത്യ L1 പ്രൊജക്ട് ഡയറക്ടർ നൈജർ ഷാജി. അപ്പം നൈജർ ഷാജി അല്ലാതെ അങ്ങനെ ഓർക്കാൻ കഴിയാത്തവർ ഇങ്ങനെ നോക്കുക. നൈജർ എന്ന് പറഞ്ഞൊരു രാജ്യമാണ്. നൈജറിൽ സൂര്യനുണ്ട്. ആ നൈജർ എന്ന് പറഞ്ഞ രാജ്യത്താണ് ആദ്യമായിട്ട് സൂര്യൻ ഉദിക്കുന്നത് അങ്ങ് ഓർത്ത് വെച്ചാൽ. നൈജർ സൂര്യൻ്റെ അടുത്തുള്ള ഒരു രാജ്യമാണെന്ന് അങ്ങ് ഓർത്ത് വെച്ചോ. അപ്പം നൈജർ ഷാജി എങ്ങനെയെങ്കിലും നിങ്ങൾ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഈ പോയിന്റ്സും കാര്യങ്ങളും എല്ലാം അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ആദിത്യ L1 പ്രൊജക്ട് ഡയറക്ടർ എന്ന് കേട്ട് കഴിഞ്ഞാൽ നൈജർ ഷാജി എങ്ങനെയായാലും നിങ്ങൾ ഓർത്താൽ മതി. അതിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, വളഞ്ഞ വഴി കൂടെ ഒക്കെ പറയുന്നത്. എങ്ങനെയായാലും നമ്മൾ ആ പരീക്ഷാ പോയിന്റ് ഇരിക്കുമ്പോൾ ആദിത്യ L1 പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിക്കുമ്പോൾ നൈജർ ഷാജി എന്ന് എഴുതാൻ മാർക്ക് ചെയ്യാൻ കഴിയണം. അതാണ് നമ്മുടെ ഫൈനലായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓർത്ത് വെക്കാം. അപ്പോൾ ഒന്നുകൂടെ പറയാം, പ്രൊജക്ട് ഡയറക്ടർ നൈജർ ഷാജി ഓർത്ത് വെച്ചോ. പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ ശങ്കര സുബ്രഹ്മണ്യൻ. അപ്പോൾ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആരാണ്? ഡോക്ടർ ശങ്കര സുബ്രഹ്മണ്യൻ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ആദിത്യ L1 ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒന്നുകൂടെ പറയാം. ആദിത്യ L1 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ഒബ്സർവേറ്ററി മിഷനാണ്. സൂര്യനെ പറ്റിയുള്ള പഠനത്തിനാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. അതുപോലെ തന്നെ ആദിത്യ L1 വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ടയാണ്. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 അതുപോലെ തന്നെ ആദിത്യ L1 സ്ഥാപിക്കുന്നത് L1 പോയിന്റിലാണ്. L1 പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാഗ്രേഞ്ച് പോയിന്റ് എന്നാണ് അർത്ഥം, point 1 എന്നാണ് അർത്ഥം. അത് L1 പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരുന്നത്? സൂര്യനിലേക്ക് ഒരു തടസ്സവുമില്ലാതെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന പോയിന്റാണ്
ഭൂമിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന പോയിന്റാണ് L1 പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെ പറ്റി പഠിക്കും ഈ ആദ്യത്തെ L1. ആദ്യത്തെ L1ൻ്റെ വാഹനമാണ് PSLV C57. അത് അടുത്തത് പ്രൊജക്ട് ഡയറക്ടർ നൈജർ ഷാജി നമ്മൾ ഓർത്ത് വെക്കാനുള്ള പോയിന്റ്സ് ഒക്കെ ചെറുതായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓർത്ത് വെച്ചോ. പ്രൊജക്ട് ഡയറക്ടർ ആദ്യത്തെ L1ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ നൈജർ ഷാജി. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ ശങ്കര സുബ്രഹ്മണ്യൻ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്. അപ്പോൾ അടുത്തിലോട്ട് പോവാം. അടുത്തത് നമ്മളിപ്പോൾ ചന്ദ്രയാൻ 3 പറഞ്ഞു, ആദ്യത്തെ L1 പറഞ്ഞു. അപ്പോൾ 2023 അടുത്ത മിഷനാണ് ശുക്രയാൻ മിഷൻ. അപ്പോൾ ശുക്രയാൻ മിഷൻ എന്താണെന്ന് നോക്കാം. ISROയുടെ ശുക്രയാൻ മിഷൻ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന വർഷമാണ് 2023. അപ്പോൾ ISRO പ്ലാൻ ചെയ്തുള്ള ഈ വർഷം നമുക്ക് ഈ മിഷനെ പറ്റി. അപ്പോൾ ISROയുടെ ശുക്രയാൻ മിഷൻ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന വർഷമാണ് 2031. അപ്പോൾ 2031 ISROയുടെ ശുക്രയാൻ മിഷൻ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ISROയുടെ ശുക്രയാൻ മിഷൻ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന വർഷം 2031. അതുപോലെ തന്നെ അതിന് ശുക്രയാൻ മിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയാം. അമേരിക്കയുടെ അതായത് US-ൻ്റെ ശുക്രയാൻ മിഷനാണ് വെരിറ്റാസും 2031 വിക്ഷേപിക്കാൻ പോകുന്നത്. അപ്പം ഇന്ത്യയുടെ ശുക്രയാൻ മിഷൻ വിക്ഷേപിക്കാൻ പോകുന്നത് 2031. അപ്പോൾ അമേരിക്കയുടെ അതായത് USA-യുടെ ശുക്രയാൻ മിഷനായ വെരിറ്റാസ് വിക്ഷേപിക്കാൻ പോകുന്നത് 2031. നമ്മുടെ അതേ ഡേറ്റ് തന്നെ, അതേ വർഷം തന്നെ. അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ശുക്രയാൻ മിഷനാണ് എൻവിഷൻ. അപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ശുക്രയാൻ മിഷനാണ് എൻവിഷൻ. അപ്പോൾ ഇത്രയാണ് ശുക്രയാൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഇത് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അടുത്തത് വിക്രം എസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ റോക്കറ്റാണ് വിക്രം എസ് എന്ന് പറയുന്നത്. അപ്പം വിക്രം എസ് എന്താണ്? ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ റോക്കറ്റ്. അതുപോലെ തന്നെ വിക്രം എസ് നിർമ്മിച്ചത് സ്കൈറൂട്ട് എയ്റോസ്പേസിലാണ്. അപ്പോൾ വിക്രം എസ് നിർമ്മിച്ചത് എവിടെയാണ്? സ്കൈറൂട്ട് എയ്റോസ്പേസിലാണ് വിക്രം എസ് നിർമ്മിച്ചത്. അത് സ്കൈറൂട്ട് എയ്റോസ്പേസ് ഹൈദരാബാദ് പ്രൈവറ്റ് ഏജൻസിയായ സ്കൈറൂട്ട് എയ്റോസ്പേസിലാണ് നമ്മുടെ ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ റോക്കറ്റായ വിക്രം എസ് നിർമ്മിച്ചത്. അപ്പം വിക്രം എസിൻ്റെ എഞ്ചിൻ്റെ പേരാണ് കലാം 80. നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ APJ അബ്ദുൽ കലാം സാറിൻ്റെ പേരാണ് നമ്മുടെ ഈ വിക്രം എസിൻ്റെ അതായത് ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ റോക്കറ്റിന് എഞ്ചിന് ഇട്ടിരിക്കുന്നത് APJ അബ്ദുൽ കലാം സാറിൻ്റെ പേര് കൂടിയാണ്. അപ്പോൾ അതാണ് കലാം 80 എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, വിക്രം എസ് എന്താണ്? വിക്രം എസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ റോക്കറ്റാണ് വിക്രം എസ് നിർമ്മിച്ചത് സ്കൈറൂട്ട് എയ്റോസ്പേസ് ഹൈദരാബാദ് പ്രൈവറ്റ് ഏജൻസിയിലാണ് വിക്രം എസ് നിർമ്മിച്ചത്. അതുപോലെ തന്നെ വിക്രം എസിൻ്റെ എഞ്ചിൻ്റെ പേര് പറയുന്നത് എന്താണ്? കലാം 80. മാർക്കല്ലേ, കലാം 80 എന്ന് പറയുന്നത് വിക്രം എസിൻ്റെ എഞ്ചിൻ്റെ പേരാണ്. അങ്ങനെയൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏത് പേര് വന്നിട്ട് കലാം 80 ഏത് സ്വകാര്യ റോക്കറ്റിൻ്റെ എഞ്ചിൻ്റെ പേരാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം വിക്രം എസ് എന്നാണ്. അതുപോലെ തന്നെ ഏത് APJ അബ്ദുൽ കലാം സാറിൻ്റെ പേര് നൽകിയിട്ടുള്ള എഞ്ചിൻ്റെ പേരുള്ള ഏത് സ്വകാര്യ റോക്കറ്റാണെന്നും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതെല്ലാം ഓർത്ത് നോക്കണം. വിക്രം എസ് ആണ്. വിക്രം എസ് ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ റോക്കറ്റ്. അതുപോലെ തന്നെ നിർമ്മിച്ചത് സ്കൈറൂട്ട് എയ്റോസ്പേസ് ഹൈദരാബാദ് പ്രൈവറ്റ് ഏജൻസിയാണ്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ പേര് വിക്രം എസിൻ്റെ എഞ്ചിൻ്റെ പേര് കലാം 80 ആണ്. ക്ലിയർ ആയ? അപ്പോൾ അടുത്ത് നോക്കാം. അടുത്ത എക്സ്പോസാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. എക്സ്പോസാറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോ. ഫുൾ ഫോം ഒക്കെ ചോദിക്കും. എക്സ്പോസാറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ പൊളാർ മിഷൻ ബഹിരാകാശത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, എക്സ്പോസാറ്റ്. അതുപോലെ തന്നെ ലോകത്തിലെ രണ്ടാമത്തെ എക്സ്റേ ഉപയോഗിച്ചുള്ള പോളാർ മിഷനാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ എക്സ്റേ ഉപയോഗിച്ചുള്ള പോളാർ മിഷനാണ് നമ്മുടെ ഇന്ത്യയുടെ ISROയുടെ എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. ആദ്യത്തേത് IXPE ആണ്, ഇമാജിങ് എക്സ്റേ പൊളാരിമീറ്റർ എക്സ്പ്ലോറർ USA. അപ്പം ലോകത്തിലെ രണ്ടാമത്തെ എക്സ്റേ ഉപയോഗിച്ചിട്ടുള്ള പോളാർ മിഷനാണ് എക്സ്പോസാറ്റ് നമ്മുടെ ISROയുടെ. അതുപോലെ തന്നെ ആദ്യത്തേത് ഏതാണ്? IXPE ആണ്. അതായത് ഇമാജിനറി എക്സ്റേ പൊളാരിമീറ്റർ എക്സ്പ്ലോറർ USA അമേരിക്കയുടെയാണ്. അതുപോലെ തന്നെ ISROയും റോമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി നിർമ്മിച്ചതാണ് ഈ എക്സ്പോസാറ്റ്. ക്ലിയർ ആയോ? അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. എക്സ്പോസാറ്റ് എന്ന് പറയുന്നത് എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യ പോളാർ മിഷനാണ് ഇത്. അതും ബഹിരാകാശത്തെക്കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയാണ്.
ലോകത്തിലെ രണ്ടാമത്തെ എക്സ്റേ ഉപയോഗിച്ചിട്ടുള്ള പോളാർ മിഷനാണ് നമ്മുടെ ഈ എക്സ്പോസാറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ. അതുപോലെ തന്നെ ആദ്യത്തേത് വരുന്ന IXPA ആണ്, ഇമാജിനറി എക്സ്റേ പോളാരിമീറ്റർ എക്സ്പ്ലോറർ, അമേരിക്കയുടെ USA ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ എക്സ്പോസാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ISROയും റോമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായിട്ടാണ് നിർമ്മിച്ചത്. ക്ലിയർ ആയ? എക്സ്പോസാറ്റ് ക്ലിയർ ആയ? അടുത്തത് NVS-01 സാറ്റലൈറ്റ്. NVS-01 സാറ്റലൈറ്റ്. അപ്പോൾ NVS-01 സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. NVS-01 സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. ഇതിൻ്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് GSLV F12 GSLV F12 ആണ് വരുന്നത് വിക്ഷേപണ വാഹനം. അതുപോലെ തന്നെ ഇന്ത്യയുടെ നാവിഗേഷൻ സിസ്റ്റമായ നാവിക്കിൻ്റെ കണ്ടിന്യൂറ്റി നിലനിർത്താനാണ് വിക്ഷേപിച്ചത്. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പം നമുക്കിപ്പം നാവിഗേഷൻ ഉപയോഗിക്കണമെങ്കിൽ എന്താണ് ചെയ്യുന്നത്? GPS കാര്യങ്ങളും ഒക്കെ അല്ലേ നമുക്ക് നാവിഗേഷനായിട്ട് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് നമ്മുടെ കോമൺ യൂസിന്. ഈ നാവിക് എന്ന് പറയുന്നത് ആർമിയുടെയാണ്, നമ്മുടെ ഇന്ത്യൻ ആർമിയുടെയാണ്. ആർമിയുടെ GPS ആണ് ഇത് നാവിക് എന്ന് പറയുന്നത്. അത് നമ്മൾ സ്വന്തമായിട്ട് ഇന്ത്യയുടെ നാവിഗേഷൻ സിസ്റ്റമാണ്, നമ്മുടെ സ്വന്തം നാവിഗേഷൻ സിസ്റ്റമാണ് ഈ നാവിക് എന്ന് പറയുന്നത്. അപ്പം നാവിക്കിൻ്റെ കണ്ടിന്യൂറ്റി നിലനിർത്താൻ വേണ്ടിയാണ് ഈ NVS-01 സാറ്റലൈറ്റ്. ഈ നാവിക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ആർമിക്കാർക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ ആർമിയുടെ നാവിഗേഷൻ, ഇന്ത്യയുടെ നാവിഗേഷൻ, അപ്പോൾ ഇന്ത്യയുടെ നമ്മുടെ സ്വന്തം നാവിഗേഷൻ സിസ്റ്റമായ നാവിക്കിൻ്റെ കണ്ടിന്യൂറ്റി നിലനിർത്താനാണ് ഈ NVS-01 സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, NVS-01 സാറ്റലൈറ്റ് ഒരു നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. അതുപോലെ തന്നെ NVS-01 സാറ്റലൈറ്റിൻ്റെ വിക്ഷേപണ വാഹനമാണ് GSLV F12. GSLV F12 ആണ് വാഹനമായിട്ട്, വിക്ഷേപണ വാഹനമായിട്ട് വരുന്നത്. ഇന്ത്യയുടെ നാവിഗേഷൻ സിസ്റ്റമായ നാവിക്കിൻ്റെ കണ്ടിന്യൂറ്റി നിലനിർത്താനാണ് ഇത് വിക്ഷേപിച്ചത്. ക്ലിയർ ആയ? NVS-01 ക്ലിയർ ആയ സാറ്റലൈറ്റ്. അതുപോലെ തന്നെ അടുത്ത ലാസ്റ്റ് വരുന്നത് ലൂപെക്സ്. എന്താണ് ലൂപെക്സ്? ലൂപെക്സ് എന്ന് പറഞ്ഞാൽ JAEA, അതായത് ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയും ISROയും ചേർന്ന് ലോഞ്ച് ചെയ്യുന്ന ലൂണാർ മിഷനാണ് ഈ ലൂപെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലൂപെക്സ്? എന്താണ്? ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയും അതായത് JAEAയും ISROയും ചേർന്ന് ലോഞ്ച് ചെയ്യുന്ന ലൂണാർ മിഷനാണ് ഈ ലൂപെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലൂപെക്സിൻ്റെ ഫുൾ ഫോം ഇത്. ലൂപെക്സിൻ്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ലൂപെക്സിൻ്റെ ഫുൾ ഫോമാണ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ലൂപെക്സ് എന്ന് പറഞ്ഞാൽ ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയും ISROയും ചേർന്ന് ലോഞ്ച് ചെയ്യുന്ന ലൂണാർ മിഷനാണ് ലൂപെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലൂപെക്സിൻ്റെ ഫുൾ ഫോമാണ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ISROയുമായി ബന്ധപ്പെട്ട പ്രധാന മിഷൻസ്. 2023 നമ്മൾ പ്രധാന മിഷൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് ഒരു മാർക്ക് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ടോപ്പിക്ക് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതിൽ നിന്നൊരു മാർക്ക് എന്തായാലും ഷുവറായിട്ട് ചോദിക്കും. ഒന്നുകിൽ ചാന്ദ്രയാൻ 3 അല്ലെങ്കിൽ ആദ്യത്തെ L1. ഈ ലൂപെക്സ് ഒക്കെ ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം മാക്സിമം ഇത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, ഇതെല്ലാം പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് നമ്മൾ ഉടനെ തന്നെ എത്തുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് അമർത്തി വെക്കുക. അപ്പം നമുക്ക് ഇതുപോലുള്ള കറണ്ട് അഫെയറുമായിട്ടുള്ള ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് കാണാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പം കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട ഇനി നമ്മൾ ഡെയിലി ക്ലാസ്സസ് ഇടുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സസ് എല്ലാം റെഫർ ചെയ്ത് ഓരോരുത്തരത്തു നിന്നൊക്കെ ടെക്സ്റ്റിൽ നിന്നൊക്കെ റെഫർ ചെയ്താണ് ക്ലാസ്സസ് എല്ലാം PDF തയ്യാറാക്കി എല്ലാം നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഓരോ ലൈക്ക് നമ്മുടെ ഒരു സപ്പോർട്ടാണ്. അപ്പോൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ടും വീഡിയോസ് ചെയ്യാൻ സാധിക്കൂ. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് അമർത്തി വെക്കുക. അപ്പോൾ പുതിയ ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പം താങ്ക് യു ഓൾ.